സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ ഉയരുമ്പോൾ തന്നെ പിന്നാലെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ട് കേരളത്തിലെ കത്തോലിക്ക സഭ ഭരണകൂടത്തിനുമേൽ കടുത്ത സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അധ്യാപക നിയമനങ്ങളിൽ തങ്ങൾക്ക് അർഹമായ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടണമെന്നതാണ് സഭയുടെ പ്രധാന ആവശ്യം. ഈ ആവശ്യം കേവലം ഒരു വിദ്യാഭ്യാസപരമായ വിഷയമായി കാണാതെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ഒരു താക്കീതായിട്ടാണ് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അവതരിപ്പിച്ചത്. മാർ തട്ടിലിന്റെ പ്രസ്താവനകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് വിമോചന സമരത്തിന്റെ ചരിത്രപരമായ ഓർമ്മപ്പെടുത്തലുകളാണ്. സ്കൂൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ച ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തലകുത്തി വീണു. മറ്റുള്ളവർക്ക് കൊടുത്തത് കത്തോലിക്കക്കാർക്കും കിട്ടണമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ എയ്ഡഡ് സ്ഥാപനങ്ങളുടെ ഉടമസ്ഥ അവകാശത്തിൽ സർക്കാരിന്റെ അമിത ഇടപെടലുകളോടുള്ള സഭയുടെ കടുത്ത അതൃപ്തിയാണ് പ്രകടമാക്കുന്നത്. ഏകദേശം 50 ലക്ഷത്തോളം വരുന്ന സഭാംഗങ്ങൾക്ക് തങ്ങൾക്ക് നേരെ നടന്ന അവഗണന തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യാനുള്ള ബോധമുണ്ടെന്നും പിടിച്ചു വാങ്ങാനുള്ള ശക്തി കത്തോലിക്കക്കാർക്കില്ലെന്ന് ധരിക്കുന്നുവെങ്കിൽ തെറ്റായി പോയി എന്നും അദ്ദേഹം പാലായിൽ വെച്ച് തുറന്നടിച്ചതോടെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ വിഷയം ഒരു നിർണായക ഘടകമായി മാറുമെന്നതിന്റെ സൂചനയും നൽകി. കത്തോലിക്ക സഭയുടെ സമ്മർദ്ദ തന്ത്രം കേവലം എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഒതുങ്ങുന്നില്ല. തങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ സംഭാവനകൾക്ക് ലഭിക്കേണ്ട അംഗീകാരവും സമുദായത്തിന് നേരെ നടന്നതായി അവർ ആരോപിക്കുന്ന അനീതി നിറഞ്ഞ അവഗണനയും അവർ രാഷ്ട്രീയ ആയുധമാക്കുന്നു. സാക്ഷരതയിൽ, ആരോഗ്യ മേഖലയിൽ, സാമൂഹ്യ രംഗത്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. സമുദായത്തിന്റെ സംഭാവനകൾ നിങ്ങൾ ആരും അംഗീകരിച്ചില്ലെങ്കിലും കേരള ചരിത്രം നിഷ്പക്ഷമായി എഴുതുന്നവർ അത് മറക്കില്ല എന്ന തട്ടിലിന്റെ പരാമർശം തങ്ങളുടെ സേവനങ്ങൾക്ക് രാഷ്ട്രീയ പരിഗണന ലഭിക്കണമെന്ന സഭയുടെ നിലപാട് വ്യക്തമാക്കുന്നു. തങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത സ്ഥാപനങ്ങളിലെ ഭരണപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് സഭ ആഗ്രഹിക്കുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ സഭാംഗങ്ങളുടെ വോട്ടിംഗ് ശേഷിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ജനാധിപത്യപരമായ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണ്. ഒരു കക്ഷിയും ഞങ്ങളെ പരിഗണിക്കുന്നില്ലെങ്കിൽ തിരിച്ചുകുത്താനുള്ള ബോധമുള്ളവരാണ് സമുദായ അംഗങ്ങൾ എന്ന പ്രസ്താവന രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചുവപ്പ് സിഗ്നലാണ്. 50 ലക്ഷം വോട്ടർമാരുടെ നീരസം പല മണ്ഡലങ്ങളിലായും വിജയപരാജയങ്ങളിൽ നിർണായകമായി സ്വാധീനം ചെലുത്തും. അധ്യാപക നിയമന തർക്കങ്ങൾക്കപ്പുറം തങ്ങളുടെ സമുദായത്തിനുള്ളിലെ പിന്നോക്ക വിഭാഗങ്ങളുടെയും കർഷകരുടെ വിഷയങ്ങൾ സഭ പൊതുവേദികളിൽ ഉയർത്തുന്നു. ധാരാളം പിന്നോക്കമായിട്ടുള്ളവർ അംഗങ്ങളായ സമുദായമാണ് ഞങ്ങളുടേത്. കർഷകർ എല്ലുമുറിയെ പണിയെടുത്തിട്ട് കാർഷിക ഉൽപ്പന്നം വിൽക്കാൻ ചെല്ലുമ്പോൾ വില കിട്ടുന്നില്ല എന്ന പരാമർശം സഭാ നേതൃത്വത്തിന്റെ ആവശ്യങ്ങൾക്ക് കൂടുതൽ സാമൂഹിക അംഗീകാരം നേടാൻ ലക്ഷ്യമിടുന്നു. കത്തോലിക്ക സഭയുടെ പ്രധാന പരാതി എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപന നിയമങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന വിവേചനപരമായ നിലപാടാണ്. NSS സ്ഥാപനങ്ങളിലെ അധ്യാപക നിയമനത്തിൽ അംഗീകാരം നൽകാനുള്ള സുപ്രീം കോടതി ഉത്തരവ് സർക്കാർ നടപ്പിലാക്കി. ഈ വിധി എയ്ഡഡ് മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമാണെന്ന് നിയമപരമായി വ്യക്തമായിരിക്കെ മറ്റ് സ്ഥാപനങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം നിഷേധിക്കുന്നതാണ് സഭയുടെ പ്രധാന പ്രതിഷേധത്തിന് കാരണം. കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ഈ വിവേചനപരമായ നിലപാട് ആർക്കു വേണ്ടിയാണെന്ന ചോദ്യം ഉയർത്തിയത് ഈ പ്രശ്നത്തിന്റെ രാഷ്ട്രീയ മാനം വർദ്ധിപ്പിക്കുന്നു. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക സംവരണത്തിലെ തർക്കമാണ് നിലവിലെ സഭയും സർക്കാരിനെയും നേരിട്ടുള്ള പോരിലേക്ക് നയിച്ചത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി സംവരണ തസ്തികകളിലെ നിയമങ്ങൾ പൂർണ്ണമായും സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കിയത്. ഈ നിയമം നടത്താനായി സംസ്ഥാന ജില്ലാ തലങ്ങളിൽ ഉദ്യോഗസ്ഥ സമിതികൾ രൂപീകരിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പട്ടികയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തി റാങ്ക് പട്ടിക തയ്യാറാക്കി. ജില്ലാതല സമിതി തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് നിയമനം നടത്തേണ്ടത് മാനേജർമാരുടെ നിയമപരമായ ബാധ്യതയാണെന്നും കോടതി വിധിച്ചു. ഈ നിയമന പ്രക്രിയ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമാധികാരം കവർന്നെടുക്കുന്നതായും തങ്ങളുടെ ഭരണപരമായ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമായും സഭ കാണുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമായി സഭ ഈ വിഷയത്തിൽ പരസ്യമായി ഏറ്റുമുട്ടിയിരുന്നു. മന്ത്രിയുടെ പ്രഖ്യാപനം അനുസരിച്ച് ഒക്ടോബർ 25-നകം ആദ്യ നിയമന പ്രക്രിയ പൂർത്തിയാക്കാനും 7000 ഒഴിവുകൾ മാനേജ്മെന്റുകൾ മാറ്റിവെക്കാനും നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. ഇത് സഭയ്ക്ക് കൂടുതൽ അതൃപ്തി ഉണ്ടാക്കി. കത്തോലിക്ക സഭയുടെ സമ്മർദ്ദം രാഷ്ട്രീയമായി പ്രതികൂലമാകുമെന്ന് തിരിച്ചറിഞ്ഞ സർക്കാർ അനുരഞ്ജനത്തിന്റെ വഴി തേടി. KCBC അധ്യക്ഷൻ കർദിനാൾ ക്ലിമിസ് കത്തോലിക്ക ബാബയുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ച ഈ സമവായ ശ്രമത്തിലെ നിർണായക വഴിത്തിരിവാണ്. കത്തോലിക്ക സഭ ഉന്നയിച്ച ആശങ്കകൾ പരിഹരിക്കുമെന്നും പ്രശ്നത്തിനുടൻ നിയമോപദേശം തേടുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇല്ലാതാക്കാൻ കൈപ്പുസ്തകം പുറത്തിറക്കൽ, പരാതിക്കാർക്കായി ജില്ലാതല സമിതി രൂപീകരിക്കൽ, നവംബർ 10-നകം അദാലത്ത് സംഘടിപ്പിക്കൽ തുടങ്ങിയ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ സംസ്ഥാനത്തെ ഒരു പ്രധാന വോട്ട് ബാങ്കിനെ പിണക്കി മുന്നോട്ട് പോകാൻ ഭരണകക്ഷി തയ്യാറല്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. സഭയുടെ ആവശ്യങ്ങൾ ഗൗരവത്തോടെ പരിഗണിക്കുന്നതിലൂടെ തിരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയും. കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ നീക്കം കേരള രാഷ്ട്രീയത്തിലെ സ്ഥാപിത താൽപര്യങ്ങൾ, ഭരണപരമായ അവകാശങ്ങൾ, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തെയാണ് വെളിപ്പെടുത്തുന്നത്. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമന തർക്കങ്ങൾ താൽക്കാലികമായി സമവായത്തിലൂടെ പരിഹരിക്കപ്പെട്ടാലും ദീർഘകാല അടിസ്ഥാനത്തിൽ മതസമുദായ സ്ഥാപനങ്ങളുടെ ഭരണപരമായ സ്വാതന്ത്ര്യവും സർക്കാരിന്റെ നിയമന നിയന്ത്രണവും തമ്മിലുള്ള പോരാട്ടം തുടരും.
മാർ റാഫേൽ തട്ടിലിന്റെ തിരിച്ചുകുത്തലിന്റെ രാഷ്ട്രീയം ജനാധിപത്യ പ്രക്രിയയിൽ സമുദായങ്ങൾ പ്രയോഗിക്കുന്ന സമ്മർദ്ദ ശക്തിയുടെ പ്രതീകമാണ്. ഈ സമ്മർദ്ദത്തിന് വഴങ്ങി മുഖ്യമന്ത്രി അനുരഞ്ജനത്തിന് തയ്യാറായത് രാഷ്ട്രീയ കക്ഷികൾക്ക് സഭയുടെ വോട്ടിംഗ് ശക്തിയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഭിന്നശേഷി സംവരണ പോലുള്ള പുരോഗമനപരമായ വിഷയങ്ങളിൽ പോലും മാനേജ്മെന്റുകളുടെ ഭരണപരമായ അവകാശങ്ങൾ ചർച്ചാ വിഷയമാകാൻ ഈ സമ്മർദ്ദം കാരണമായി. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ വിഷയങ്ങളിലെ അന്തിമ ഒത്തുതീർപ്പ് നിർണായക സ്വാധീനം ചെലുത്തുമെന്ന് നിസ്സംശയം പറയാം. കത്തോലിക്ക സഭ തങ്ങൾക്ക് നേരെ നടന്ന അവഗണനയായി കണക്കാക്കുന്ന വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന സമീപനം കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും.